പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 8-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാന് നന്ദി പറയാം. ഇന്നത്തെ എല്ലാ പ്രവർത്തന മേഖലകളെയും കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 16-ാം വചനം ധ്യാനിക്കാം. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ പറഞ്ഞ വചനങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാതിരുന്നത് കൊണ്ടും ആ വചനങ്ങൾക്ക് വില കൊടുക്കാതിരുന്നത് കൊണ്ടുമാണ് അവരുടെ ആത്മീയ കണ്ണുകൾ മൂടപ്പെട്ടത്. 3 വർഷം അവനെ പറ്റിച്ചേർന്ന് നടന്നവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നുള്ളത് എത്രയോ വേദനാജനകമാണ്. വചനം ശ്രദ്ധയോടെ കേട്ട് വചനത്തിന് ജീവിതത്തിൽ വില കൊടുത്ത് ആത്മീയ ഉൾക്കാഴ്ചയുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അതിനുള്ള കൃപ തമ്പുരാൻ തരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.